ഈ കാലിന്റെ അടിയിലുള്ള മണ്ണ് ഒലിച്ചു പോകുന്നത് കണ്ട് ഭയപ്പെട്ടായിരിക്കും ഇത്തരം ബഹളം. പോട്ടെ, ഞാൻ ആ ട്രാപ്പിൽ വീഴാൻ ഉദ്ദേശിക്കുന്നില്ല. അതായത് പ്രോപ്പർ ഓഡിറ്റ് അവതരിപ്പിക്കാൻ കഴിയുന്ന, ഓഡിറ്റ് റിപ്പോർട്ട് അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു സംവിധാനവും KSEB ഓഡിറ്റേഴ്സ് നൽകുന്നില്ല. There are 6,000 permanent employees in KSEB which has to be reduced to 24,000 as per the yearly IIM Kozhikode study. ജനങ്ങളുടെ ഈ ജനഹിതം മനസ്സിലാക്കി പ്രപ്പോസൽ അതേപടി തള്ളണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. ഹലോ ആൻഡ് ഹായ് എവറി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ അരുൺ ചുള്ളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. വൈദ്യുത ചാർജുകൾ വർദ്ധിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് KSEB റെഗുലേറ്ററി കമ്മീഷന് സമർപ്പിച്ച പരാതി താരിഫ് പെറ്റീഷനുമായിട്ട് ബന്ധപ്പെട്ട് റെഗുലേറ്ററി കമ്മീഷൻ ജനങ്ങളിൽ നിന്നും അഭിപ്രായം ആരായുന്നതിന് വേണ്ടി സംഘടിപ്പിച്ച 4 പബ്ലിക് ഹിയറിംഗ് സിറ്റിംഗുകൾ അവസാനിച്ചു കഴിഞ്ഞു. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ഞാൻ ഇതിന് മുന്നേ ചെയ്തിരുന്നു. KSEB അവതരിപ്പിച്ച പല കണക്കുകളും പൊളിച്ചടുക്കിക്കൊണ്ട് ഈ ഹിയറിംഗിൽ എത്തിച്ചേർന്ന ജനങ്ങളെ പ്രതിനിധീകരിച്ച് സംസാരിച്ചവരൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. 3,300 കോടിയോളം രൂപ കാണാതായി, സെയിൽസ് റിപ്പോർട്ടിൽ കാണുന്നില്ല. പവർ ഫിനാൻസ് കോർപ്പറേഷന്റെ റിപ്പോർട്ടിലുള്ള കണക്കുകളും KSEB സമർപ്പിക്കുന്ന ആനുവൽ റിപ്പോർട്ടിലുള്ള കണക്കുകളും, അത് തന്നെ 12ാം വാർഷിക റിപ്പോർട്ടിലും 11ാം വാർഷിക റിപ്പോർട്ടിലുമുള്ള കണക്കുകൾ പോലും പരസ്പരം ചേരുന്നില്ല. പഞ്ചാബ് യോജന ഗംഗാധരന്റെ കണക്ക് പോലെ ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല. അതോടൊപ്പം തന്നെ ഈ താരിഫ് പെറ്റീഷനിൽ സമർപ്പിച്ചിരിക്കുന്ന കണക്കുകൾ അത് കൂട്ടി നോക്കുമ്പോൾ നമ്മൾക്ക് 360 കോടി രൂപയാണ് കിട്ടുന്നതെങ്കിൽ KSEB കൂട്ടി നോക്കിയപ്പോൾ 30 കോടി രൂപയാണ് കിട്ടിയത്. 330 കോടി രൂപയുടെ ഡിഫറൻസ്. അത്തരത്തിലുള്ള കണക്കുകളൊക്കെ അവതരിപ്പിച്ചിട്ടാണ് താരിഫ് പെറ്റീഷൻ സമർപ്പിച്ചിരിക്കുന്നത് എന്നുള്ള ചർച്ചകൾ നമ്മൾ ഇതിനു മുന്നിലുള്ള വീഡിയോ നടത്തിയിരുന്നു. അത് കാണാത്തവർക്ക് വേണ്ടി ആ വീഡിയോയുടെ ലിങ്ക് ഇടുന്നുണ്ട്. ഇത് അതിൻ്റെ ഒരു തുടർച്ചയാണ്. പബ്ലിക് ഹിയറിംഗിൽ സംസാരിച്ച മറ്റൊരു വ്യക്തിയുടെ വീഡിയോയാണ് റിയാക്ഷന് വേണ്ടി എടുത്തിരിക്കുന്നത്. ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് റിയാക്ഷന് വേണ്ടി എടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇതിനു മുന്നേ ഇത്തരം ഹിയറിംഗുകൾ KSEBയും അപ്പനും സുഭദ്രയും ഞാനും എന്ന രീതിയിലായിരുന്നു നടന്നിരുന്നത്. KSEB അവിടെ അവതരിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ തലകുലുക്കി സമ്മതിക്കുന്ന ആളുകളാണ് ഉണ്ടായിരുന്നെങ്കിൽ ഈ വർഷം വൻതോതിൽ ജനങ്ങൾ ഇരച്ചു കയറിയതിനെ തുടർന്ന് KSEBയുടെ കണക്കുകളൊക്കെ പൊളിച്ചടുക്കി അവരുടെ ലോജിക്കുകളൊക്കെ ചോദ്യം ചെയ്തു. അങ്ങനെ വന്നപ്പോൾ ആ ജനങ്ങളെ, കണക്ക് ചോദിക്കുന്ന ജനങ്ങളെ കൂവിത്തോപ്പിക്കാൻ നോക്കുകയാണ്. ആരാണ് കൂവിത്തോപ്പിക്കാൻ നോക്കിയത്? ഇതേ വീഡിയോയുടെ അവസാനം എത്തുമ്പോൾ KSEBയിലെ തൊഴിലാളി യൂണിയനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതേ കൂവൽ നമ്മൾക്ക് കേൾക്കാം. ചത്തത് കീചകനാണെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ. ആരാണ് കൂകിയതെന്ന് മനസ്സിലാക്കാൻ ഇനി വലിയ ലോജിക്കൊന്നും നമ്മൾക്ക് ആവശ്യമില്ല. അങ്ങനെ ജനങ്ങളെ കൂവിത്തോപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്നാണ് ഇവർ കരുതുന്നത് എന്ന് തോന്നുന്നു. എന്തായാലും ആ വീഡിയോ ആണ് റിയാക്ഷൻ എടുത്തിരിക്കുന്നത്. നമ്മൾക്ക് ആ വീഡിയോയിലേക്ക് പോകാം. സർ, 2000 മോഹൻ ആൻഡ് മോഹൻ അസോസിയേറ്റ്സ് പറയുന്ന ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആണ് ഇവരുടെ കണക്ക് ഓഡിറ്റ് ചെയ്യുന്നത്. അവർ പറഞ്ഞേക്കുന്നത് ഇങ്ങനെയാണ്: വി കണ്ടക്ടഡ് അവർ റിവ്യൂ ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ഇൻ അക്കോർഡൻസ് വിത്ത് സ്റ്റാൻഡേർഡ് ഓൺ റിവ്യൂ എൻഗേജ്മെന്റ്. അതായത് സാധാരണ SRE എന്നാണ് പറയുന്നത്. അതായത് യഥാർത്ഥത്തിൽ SRE സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ഒരു ഓഡിറ്റബിൾ ഫംഗ്ഷൻ, ഒരു സംവിധാനമാണ്. SRE 2410 എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലൂടെയാണ് ഇത് ഓഡിറ്റ് ചെയ്യുന്നത്. ഞാൻ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയാം. അതൊരു ക്വാളിറ്റി ഇല്ല സാർ. KSEB കൊടുത്തിരിക്കുന്ന എന്തെങ്കിലും വെച്ച് അവർ ഓഡിറ്റ്. അവർ പറഞ്ഞിരിക്കുകയാണ്, അക്കോർഡിംഗ്ലി വി ഡു നോട്ട് എക്സ്പ്രസ് ആൻ ഓഡിറ്റ് ഒപ്പീനിയൻ. എന്ത് സംഭവത്തിന് ഒരു ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന ഒരു സംഗതി ഉണ്ടല്ലോ അല്ലേ? നമ്മൾ ISI എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ISI സ്റ്റാൻഡേർഡ്, ISI മുദ്രയുള്ള ഉൽപ്പന്നങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം ഒരു ക്വാളിറ്റി സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്ത് വരുന്ന സംഭവമാണ് ഈ പ്രൊഡക്റ്റുകളെന്ന്. പോട്ടെ, നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന കറി നമ്മുടെ അമ്മമാർ ഒന്ന് നാവിൽ വെച്ച് രുചിച്ച് നോക്കിയിട്ട് കൊള്ളാം, ആവശ്യത്തിന് ഉപ്പും മുളകുണ്ട്, അതും ഒരു ക്വാളിറ്റി ചെക്കാണ്. അത്തരത്തിൽ ഓഡിറ്റിങ്ങിന് വേണ്ടി സമർപ്പിക്കപ്പെടുന്ന ആർട്ടിഫാക്ട്സ്, കണക്കുകൾ, വരവ് ചെലവ് കണക്കുകളുടെയൊക്കെ ക്വാളിറ്റി നിർണ്ണയിക്കുന്ന ഒന്നാണ് SRE എന്ന് പറയുന്നത്, സ്റ്റാൻഡേർഡ് ഓൺ റിവ്യൂ എൻഗേജ്മെന്റ്. KSEB ഏർപ്പാടാക്കിയ ഓഡിറ്റേഴ്സാണിത് പറഞ്ഞതെന്ന് ആലോചിക്കണം. മോഹൻ ആൻഡ് മോഹൻ അസോസിയേറ്റ്സ് അവർ പറയുന്നത് ഈ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യുന്ന സംഗതികളല്ല ഓഡിറ്റിന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നത്. അവരൊന്ന് തട്ടിക്കൂട്ടി എടുക്കുകയാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ട്. നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയൊരു സ്ഥാപനമാണ് KSEB. ആ KSEBയുടെ കണക്കിൻ്റെ ഓഡിറ്റിന് വേണ്ടി കൊണ്ടുവരുമ്പോൾ ആ കണക്കുകൾ നിലവിലുള്ള SRE സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യുന്നില്ല.
അങ്ങനെ മീറ്റ് ചെയ്യാത്ത കണക്കുകൾ ഒപ്പിച്ചെടുത്തിട്ടാണ് വരവ് ചിലവ് കണക്കുണ്ടാക്കി. ആ വരവ് ചിലവ് കണക്കാക്കൽ ഇവർ പറയുന്ന റവന്യൂ ഗ്യാപ്പ്, വിടവ്, വരവും ചെലവും തമ്മിലുള്ള അന്തരം, അത് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പെറ്റീഷൻ സമർപ്പിക്കുക. പരിഹാര നിർദ്ദേശം എന്താ? വൈദ്യുത ചാർജ് വർദ്ധിപ്പിക്കുക, ജനങ്ങളുടെ പോക്കറ്റിൽ നിന്ന് എടുക്കുക. ഈ വരവ് ചിലവ് കണക്കുകളൊക്കെ ഓഡിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ്? SRE സ്റ്റാൻഡേർഡ് പോലും മീറ്റ് ചെയ്യാതെ. അങ്ങനെ ഓഡിറ്റ് ചെയ്യപ്പെടുന്ന കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ ലാഭനഷ്ട കണക്കുകൾ വെച്ചിട്ടാണ് നമ്മളുടെ തലയിലേക്ക് വൈദ്യുത ചാർജ് വർധനവ്, ഈ ഗ്യാപ്പൊക്കെ മീറ്റ് ചെയ്യാനുള്ള ഒരേ ഒരു വഴിയാണ് വൈദ്യുത ചാർജ് വർധനവ്. വേറെ ഒരു വഴി അറിയില്ല. എങ്ങനെ ഈ സംരംഭം ലാഭത്തിലാക്കാമെന്നല്ല, നഷ്ടം എങ്ങനെ കുറക്കാം, നഷ്ടം കുറക്കാൻ വേണ്ടി നമ്മളുടെ തലയിലേക്ക് ചിലവ് കൊണ്ടുവന്നിടുകയാണ്. ഈ നഷ്ടം കുറക്കാൻ വേണ്ടി എടുക്കുന്ന മറ്റൊരു കാര്യം കൂടി നമ്മൾ പരിഗണിക്കണം കേട്ടോ. അതുകൂടി ഞാൻ ഒന്ന് കാണിച്ചു തന്നേക്കാം. KSEB സമർപ്പിച്ച താരിഫ് പെറ്റീഷനിലെ ടേബിൾ 1.2 പേജ് നമ്പർ 11-ൽ ലോസ് ടേക്കൺ ഓവർ ബൈ ഗവൺമെൻറ് ഓഫ് കേരള 6ാമത്തെ റോയിൽ പറയുന്നൊരു കാര്യമാണ്. 767 crores 767 കോടി രൂപ ഈ പ്രസ്ഥാന നഷ്ടത്തിൽ പോയപ്പോൾ ആ നഷ്ടം ഏറ്റെടുക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ കൊടുത്തിരിക്കുന്ന പൈസയാണ് 767 കോടി രൂപ. ഇതാരുടെ പൈസയാണ്? നമ്മളുടെ നികുതി പണം. അതിനും പുറമെയാണ് വീണ്ടും ഈ റവന്യൂ ഗ്യാപ്പ് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വൈദ്യുത ചാർജ് വർധനവിന് വേണ്ടി പെറ്റീഷനുമായിട്ട് വന്നിരിക്കുന്നത്. ഒരു സാധാരണ മനുഷ്യൻ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ടെസ്റ്റ് എഴുതി ജോലിക്കകത്ത് കയറി കിട്ടാൻ അവന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ശമ്പളവും ആനുകൂല്യങ്ങളും ഒക്കെ കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സാർ ഇത്തരം സാമ്പത്തിക ബാധ്യതകൾ വരുന്നത്. ഇത് പൊതുവിൽ നമ്മളിപ്പോൾ കേൾക്കുന്ന ഒരു ആക്ഷേപമാണ് KSEBക്കെതിരെ. 10ാം ക്ലാസ് പാസ്സായി കയറി കൂടിക്കഴിഞ്ഞാൽ ഡ്രൈവറിന് കിട്ടുന്ന ശമ്പളം 1 ലക്ഷം രൂപ. എനിക്കതിനെക്കുറിച്ചുള്ള ആധികാരികമായ വിവരങ്ങൾ എൻ്റെ കയ്യില്ല. പക്ഷേ 33,000-ഓളം വരുന്ന KSEB എംപ്ലോയീസിന് വേണ്ടി 3,300 കോടി രൂപയാണ് ശമ്പളം ഇനത്തിൽ ചിലവാക്കിയിരിക്കുന്നത്. വരുമാനം എത്രയാണെന്നറിയാമോ? 18,000 കോടി രൂപ. 33% ഇവർക്ക് വേണ്ടി കൊടുത്തിരിക്കുകയാണ്. ഈ വീഡിയോയുടെ ഹൈലൈറ്റ് സെഷനിൽ ഒരു പാർട്ട് ഞാൻ പ്ലേ ചെയ്തിരുന്നു. IIM കാലിക്കറ്റ് സമർപ്പിച്ചൊരു റിപ്പോർട്ട്. 33,000 എംപ്ലോയീസിൻ്റെ ആവശ്യമില്ല, 24,000 എംപ്ലോയീസിൻ്റെ ആവശ്യം മാത്രമേയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള IIMൻ്റെ റിപ്പോർട്ട് കാറ്റിൽ പറത്തിയിട്ടാണ് ഈ രീതിയിലുള്ള റിക്രൂട്ട്മെൻറ്റൊക്കെ നടക്കുന്നത്. IIM പറയുന്ന അനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴുള്ളതിൻ്റെ 2/3 എംപ്ലോയീസ് മതി. അതായത് 24,000 പേര് മതി എന്ന് പറയുമ്പോൾ ഒരാൾക്ക് ആവറേജ് ചിലവാകുന്നത് 1,10,000 രൂപയാണ്. അതായത് 2/3 മാത്രം തൊഴിലാളികൾ വേണമെന്നിരിക്കെ ഏകദേശം 9,000-ൽ പരം ആളുകൾ അനാവശ്യമായി എംപ്ലോയിഡ് ആയിരിക്കുന്നവരാണ്. അല്ലെങ്കിൽ KSEBയുടെ ഇൻഎഫിഷ്യൻസി കൊണ്ട് എംപ്ലോയിഡ് ആയിരിക്കുന്നവരാണ്. KSEBയുടെ ആവറേജ് ശമ്പളം എന്ന് പറയുന്നത് 1,10,000 രൂപയാണ്. ഏകദേശം 1,000 കോടി രൂപയോളം എക്സ്ട്രാ ചെലവാകുകയാണ് ഈ പറയുന്ന കൂടുതലായിട്ടുള്ള എംപ്ലോയീസിന് വേണ്ടി. ഞാൻ നേരത്തെ കാണിച്ച കണക്കിൽ 2022-23 കാലഘട്ടത്തിലെ റവന്യൂ ഗ്യാപ്പായിട്ട് കാണിച്ചിരിക്കുന്നത് 1,927 കോടി രൂപയാണ്. ഇതിൽ 1,000 കോടി രൂപയും പോയിരിക്കുന്നത് ഈ എക്സസ് ആയിട്ടുള്ള എംപ്ലോയീസിന് ശമ്പളം കൊടുത്തതാ. ആരുടെ പണം? നമ്മളുടെ നികുതി പണം, നമ്മൾ കൊടുത്ത വൈദ്യുതി ചാർജ്. എന്നിട്ട് വീണ്ടും നഷ്ടം എന്ന് പറഞ്ഞിട്ട് താരിഫ് വർദ്ധിപ്പിക്കാനായിട്ട് പെറ്റീഷൻ സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിന് 37 ലക്ഷം സ്മാർട്ട് മീറ്റർ 2001 അനുവദിച്ചു. KSEBയുടെ ഒഫീഷ്യൽസ് സ്മാർട്ട് മീറ്റർ ഇത്തരം മീറ്റർ, അതായത് ഇവരുടെ ട്രാൻസ്മിഷൻ ലോസും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ കഴിയുന്ന വലിയ പദ്ധതി കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതി കൊടുത്തിട്ട് KSEB ഒഫീഷ്യൽസ് അത് നിരാകരിച്ചുവെന്നും അതിനെ തടയുകയാണെന്നും പറയുന്നത് ഞാനല്ല, ആനുവൽ കമ്മീഷൻ റിപ്പോർട്ടിൽ ഇവരുടെ ചെയർമാനാണ്. ആനുവൽ അഡ്മിനിസ്ട്രേഷൻ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ട് KSEBയുടെ. അതാണ് ഈ വക്കീൽ പറയുന്നത്. 2001 സ്മാർട്ട് മീറ്റർ സംവിധാനം വരുവാനുള്ള സാധ്യതയുണ്ടായിരുന്നിട്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് 2024 വീട്ടിൽ വന്ന് മീറ്റർ നോക്കാൻ വരുന്ന ആൾക്ക് വേണ്ടി നമ്മളിപ്പോൾ ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 2025 അത് നടപ്പിലാക്കുമെന്ന് പറയുന്നു. ആർക്കറിയാം? ഇങ്ങനെ എഫിഷ്യൻസി കൂട്ടുന്നതിന് വേണ്ടി വരുന്ന പദ്ധതികളൊക്കെ KSEBയിലെ ആളുകൾ തന്നെ എതിർത്തില്ലാതാക്കി KSEBയെ നഷ്ടത്തിലാക്കുന്നു. അങ്ങനെ നഷ്ടത്തിലാക്കിയതിന് ശേഷം ആ നഷ്ടം നികത്തുന്നതിന് വേണ്ടി വൈദ്യുത ചാർജ് വർദ്ധിപ്പിക്കുന്നു. ലാഭത്തിലാക്കാൻ പോലും അല്ല എന്ന് ആലോചിക്കണം. നമ്മളീ കൊടുക്കുന്ന പൈസ കൊണ്ട് KSEB ലാഭത്തിലാവുകയാണെന്നുണ്ട് കേട്ടെങ്കിൽ കുറച്ചെങ്കിലും ഒരു സന്തോഷം ഉണ്ടായിരുന്നേനെ. ഇത് നഷ്ടം നികത്താനായിട്ടാണ്. ഇതുപോലുള്ള അനാമത്ത് ചെലവുകൾ വഴി ഉണ്ടാകുന്ന നഷ്ടം നികത്തുന്നതിന് വേണ്ടി.
സർ, ആക്സിഡന്റൽ അനാലിസിസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ആക്സിഡന്റൽ അനാലിസിസ്. The following table summarizes the reason for accident 2023-24 categorized by human and animal involvement and by fatal and non-fatal. അതായത് മരിച്ചവരുടെയും മരിക്കാത്തവരുടെയും കണക്കാണ് പറയുന്നത്. അതായത് റോഡിലൊക്കെ കൊണ്ടുവന്ന് ഇപ്പോഴും അപരിഷ്കൃതമായ സംവിധാനം. സാർ, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ പരിപാടിയാണ്. ഇപ്പോഴും ഏതെങ്കിലും ഒരു മനുഷ്യന് കൈ പോസ്റ്റ് വെച്ചാൽ ഷോക്ക് അടിച്ച് മരിക്കുന്ന സംവിധാനമാണ്. ഇത് ആരുടെ കുറ്റമോ? ഞങ്ങളുടെ കുറ്റമാണോ? അല്ല. ഇത് ഇവര് വർഷങ്ങളായി ഇത്തരം റെഗുലേഷൻസും റെക്കമെൻഡേഷനും വന്നിട്ട് ഇപ്പോഴും അപരിഷ്കൃതമാണ്. എന്നിട്ട് അവർ എഴുതി വെച്ചിരിക്കുന്നത് KSEB എന്ന് പറയുന്ന ഈ സംവിധാനത്തെ നശിപ്പിച്ചതുകൊണ്ട്, അതായത് യൂണിയൻ അതിപ്രസരണം കാരണം. ഞങ്ങളിത് നശിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല, കേരളത്തിൽ പ്രൈവറ്റൈസ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ യൂണിയൻകാർ കയറി ഇരുന്ന് അവർക്ക് ശമ്പളം കിട്ടാനും അവർക്ക് പ്രൊമോഷന് വേണ്ടിയും ഈ പറഞ്ഞ സാധ്യതകൾ ഇല്ലാണ്ടാക്കിയതിനു ശേഷം എഴുതി വെച്ചിരിക്കുകയാണ് സാർ, ആക്സിഡന്റിൽ കോൺടാക്ട് വിത്ത് ഇലക്ട്രിക് വയർ ആൻഡ് എക്യുപ്മെന്റ്സ്. സാർ, ആ പണവും ഞങ്ങളാ കൊടുക്കേണ്ടേ? ഇങ്ങനെയൊക്കെ മരണപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി നഷ്ടപരിഹാര തുക കൊടുക്കണം. മനുഷ്യർ മാത്രമല്ല, മൃഗങ്ങൾ അപകടത്തിൽപ്പെടുന്നുണ്ട്, മരണപ്പെടുന്നുണ്ട്. വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾക്ക് പുറമെ വന്യജീവികളും അപകടത്തിൽപ്പെടുന്നുണ്ട്. ഇദ്ദേഹം ഈ വീഡിയോയിൽ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, ഏകദേശം 150-60ഓളം ആളുകളാണ് ഒരു വർഷം ഈ അശ്രദ്ധ കൊണ്ട്, KSEBയുടെ അശ്രദ്ധ കൊണ്ട് മരിക്കുന്നത്. മനുഷ്യരായാലും കന്നുകാലികളായാലും മൃഗങ്ങളായാലും ഒക്കെ നഷ്ടപരിഹാര തുക കൊടുക്കണം, അപകടത്തിൽപ്പെട്ടവർക്ക് കൊടുക്കണം. ഈ പണമൊക്കെ ആര് കൊടുക്കുന്നു? ഇദ്ദേഹം പറയുന്ന പോലെ പോസ്റ്റിലൊക്കെ തൊട്ട ഷോക്ക് അടിക്കുന്ന അവസ്ഥയിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. തൊട്ട ഷോക്ക് അടിക്കുന്ന അവസ്ഥ ഇതാരുടെ കുറ്റം കൊണ്ടാണ്? അദ്ദേഹം ചോദിക്കുന്ന ചോദ്യമാണ്, ശരിയല്ലേ, നമ്മളാണ് ഇതുകൊണ്ട് വഴിയിലിട്ടത്. ആ നഷ്ടപരിഹാര തുകയും നമ്മളുടെ പോക്കറ്റിൽ നിന്ന് വേണം എടുത്തു കൊടുക്കാൻ, അല്ലാതെ വേറൊരു ലാഭവും ഇവിടെ ഉണ്ടാക്കുന്നില്ലല്ലോ. നമ്മൾ കൊടുക്കുന്ന പണം കൊണ്ട് നമ്മൾക്ക് തന്നെ വൈദ്യുതി വിൽക്കുന്നു, അതിൽ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ട് ഇതുപോലുള്ള അനാവശ്യ ചെലവുകൾ ഉണ്ടാക്കുന്നു. ആ ചെലവ് മൂലമുണ്ടാകുന്ന റവന്യൂ നഷ്ടമുണ്ടാകുമ്പോൾ അത് തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ച് നമ്മളുടെ തലയിലേക്ക് തന്നെ ഇടുത്തിയിറക്കി വിടുന്നു. എത്ര മനോഹരമായ ആചാരമല്ലേ. അദ്ദേഹം അവസാനം പറഞ്ഞു വെച്ച കാര്യം, ഈ താരിഫ് വർധന അനുവദിക്കരുത്, ഇത് തള്ളണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നഷ്ടം നികത്തേണ്ടതും ലാഭമുണ്ടാക്കേണ്ടതും വീണ്ടും വീണ്ടും ഉപഭോക്താക്കളെ ചൂഷണം ചെയ്തുകൊണ്ടല്ല, എഫിഷ്യൻസി വർദ്ധിപ്പിച്ചുകൊണ്ടാണ്. നിലവിലുള്ള എംപ്ലോയീസിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ? അവരുടെ കപ്പാസിറ്റി മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ? 9,000-ഓളം എംപ്ലോയീസിന് എന്തിനാണ് എക്സസ് ആയിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്? അവർക്ക് എന്തിനാണ് 1,000-ഓളം കോടി രൂപ വർഷാവർഷം നൽകി തീറ്റിപ്പോറ്റുന്നത്? ആ നഷ്ടം നികത്താൻ വേണ്ടി ജനങ്ങളുടെ പോക്കറ്റിൽ നിന്ന് വീണ്ടും വീണ്ടും കൈയിട്ട് വരുന്നത് എന്തിനാണ്? ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. വൈകിയാണെന്നുണ്ടെങ്കിലും ഇതുപോലുള്ള ഹിയറിങ്ങുകളിൽ ആളുകൾ എത്തിച്ചേർന്ന് ഇതുപോലെ രേഖകൾ വെച്ച് സംസാരിക്കുന്നത് കാണുമ്പോൾ ഒരു പ്രതീക്ഷയുണ്ട്. നാളെയെങ്കിലും ഇതിനൊരു മാറ്റമുണ്ടാവും. അതിനെ കൂവിത്തോപ്പിക്കാമെന്ന് ആരും വിചാരിക്കണ്ട. ഈ കൂവലും ഇവിടെ വക്കീൽ അവതരിപ്പിച്ച കാര്യങ്ങളുമൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.